വർക്കല ടൂറിസം മേഖലയിലും സമീപ പ്രദേശങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം നിലച്ചതോടെ പ്രദേശവാസികൾ കടുത്ത ദുരിതത്തിലായി. വർക്കല ഗസ്റ്റ് ഹൗസിന് സമീപത്തും പുന്നമോട്, ഹെലിപ്പാഡ്, ലക്ഷം വീട് മേഖലകളിലും വെള്ളമെത്താതായിട്ട് ദിവസം 10 കഴിയുന്നു. ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളും റിസോർട്ടുകളും വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്ന വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. ലക്ഷം വീട് പ്രദേശത്ത് നിരവധി കുടുംബങ്ങളാണ് താമസമുള്ളത്. ഈ മേഖലയിലെ അംഗൻവാടികളുടെ പ്രവർത്തനം തന്നെ നിലച്ച മട്ടാണ്. അംഗൻവാടി ജീവനക്കാർ കിലോമീറ്ററുകൾ താണ്ടി കാൽനടയായി പോയാണ് വെള്ളം ശേഖരിക്കുന്നത്. കുടിവെള്ളം നിലച്ചതോടെ നഗരസഭ ടാങ്കറുകളിൽ വെള്ളമെത്തിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ വാർഡ് കൗൺസിലറെ സമീപിച്ചു. എന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. വാർഡ് സഭയിൽ മെമ്പറെടുത്തും പറഞ്ഞു, നിങ്ങൾ മുനിസിപ്പാലിറ്റി മുഖേന വെള്ളം കൊണ്ടുവരുമായിരുന്നു. അത് ഇപ്പം നിലവിലില്ല. അവർ കൊണ്ടുവരാമെന്ന് ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്ന് ഇതുവരെയ്ക്കും നടന്നില്ല. ഇപ്പോൾ ഒരാഴ്ചയിലെടുത്താവുന്നു. വെള്ളം വന്നിട്ട് ഒരു 10-15 ദിവസമായി. നമുക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം ഇല്ല. ഏറ്റവും പ്രധാനം 1-2 അത്യാവശ്യം. നമുക്ക് നമ്മളെ തുണികൾ നമുക്ക് കുളിക്കാൻ, ബാക്കിയുള്ള കാര്യത്തിനൊന്നും വെള്ളമില്ല. ചുമട്ടുവെള്ളം കോരിയാണ് നമ്മൾ എടുക്കുന്നത്. അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാവരും എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല കിണറ്റുവെള്ളമൊക്കെ തരാനായിട്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇവിടെ ഈ ലക്ഷം വീട്ട് ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുകളാണ്. കൊച്ചുങ്ങളും കുട്ടികളും വയസ്സായവരും കിടപ്പ് രോഗികളും എല്ലാവരും ഉള്ളതാണ്. അപ്പോൾ വെള്ളത്തിനൊക്കെ നല്ല ചിലവുള്ളതാണ്. ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വെള്ളം ഇല്ലാത്തത്. അതുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. വാട്ടർ അതോറിറ്റി പറയുന്നതാകട്ടെ മുടന്ത ന്യായങ്ങളും. വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്ര പരിസരങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം സുലഭമായി ലഭിക്കുമ്പോഴാണ് ഇവിടെ ജലക്ഷാമം മൂലം നാട്ടുകാർ വലയുന്നത്. വർക്കല വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം.